അഞ്ജലി, അഞ്ജലി. ശേഖരേട്ടാ, ഞാനൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. എന്താ പറ? നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. ശേഖരേട്ടനെ അറിയാം. ഇനി ഈ വിഷയം ഗൗരവത്തോടെ കാണണം. ഇപ്പൊ കുടുംബക്കാരും അയൽക്കാരും എല്ലാരും ചോദിച്ചു തുടങ്ങി. അപ്പോ വിഷയം സിദ്ധാർത്ഥും അഞ്ജലിയും തന്നെയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. ശേഖരേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ ഡോക്ടർ ശ്രീകുമാർ? IVF ട്രീറ്റ്മെന്റിലെ അറിയപ്പെടുന്ന വ്യക്തിയല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാനും കുറച്ചായി ആലോചിക്കുന്നു. സിദ്ധാർത്ഥിനോടും അഞ്ജലിയോടും ഈ വിഷയം എങ്ങനെയാ ഒന്ന് അവതരിപ്പിക്കാന്ന്. ഇന്ന് ഈ വിഷയം എന്തായാലും അവതരിപ്പിച്ചേ പറ്റൂ. ഒറ്റ മോനാണെന്ന് കരുതി അവന്റെ എല്ലാ തോന്നിവാസനും കൂട്ടുനിന്നു. ഒരു അനാഥ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇനി ഇവൾക്ക് കുട്ടികൾ കൂടെ ഉണ്ടാവില്ല എന്നാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടോ, അവരാദ്യം ശ്രീകുമാറിനെ പോയി ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം അവൾക്കാണോ അവനാണോ കുഴപ്പമെന്ന്. അവൾക്ക് തന്നെ ആയിരിക്കും കുഴപ്പം. ഒരനാഥ പെണ്ണായോണ്ട് ഇറക്കി വിടാനും പറ്റില്ല. ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തു പറയും? എന്തായാലും ഇന്ന് ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ഇല്ലെങ്കിലേ നിങ്ങൾ ഈ സമ്പാദിച്ചു കൂട്ടിയവനൊക്കെ നാളെ ഒരു അവകാശം ഇല്ലാണ്ടാവും. നോക്കി അവര് വരുന്നുണ്ട്. സംസാരിച്ചേ. മക്കളെ, ഒന്നിങ്ങ് വന്നേ. എന്താ അച്ഛാ? നിങ്ങൾ എങ്ങോട്ടാ പോന്നെ? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. മക്കളെ, അച്ഛന് നിങ്ങളോടെന്തോ സംസാരിക്കാനുണ്ട്. എന്താ അച്ഛാ? അത് മുമ്പ് പലപ്പോഴും നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്കതെങ്ങനെ പറയണമെന്നറിയില്ല. ഇനി ഇത് പറയാതിരിക്കാനും വയ്യ. വിഷയം ഞങ്ങൾക്ക് കുട്ടികളാവാത്തതായിരിക്കും അല്ലേ? അത് തന്നെ. നിങ്ങൾ രണ്ടുപേരും നാളെ ശ്രീകുമാറിന്റെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ല്. ബാക്കി കാര്യങ്ങളൊക്കെ അവനോട് ഞാൻ സംസാരിച്ചോളാം. ശരി അച്ഛാ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, അച്ഛൻ പറയുന്നങ്ങോട്ട് അനുസരിച്ചാൽ മതി. താനെന്തൊന്നും മിണ്ടായിരിക്കുന്നേ? അച്ഛനും അമ്മയും പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ തൻ്റെ അഭിപ്രായം? ഏട്ടാ, അവർ പറഞ്ഞ വിഷയം ഞാനും പറയാതിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയായില്ലേ, എനിക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞുണ്ടാവണമെന്ന്. പിന്നെ അമ്മയുടെ കൂടെയുള്ള കുത്തുവക്കളും കേട്ട് മടുത്തു. എന്തായാലും നാളെ ശ്രീകുമാരങ്ങളിൽ നിന്ന് പോയി കണ്ടേക്കാം. ഫ്രണ്ട്സും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കളിയാക്കല് ഭയന്നിട്ട് മാത്രാണോ? അല്ലടോ, നമുക്ക് വേണ്ടി തന്നെയാ. ഒരനാഥയായി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എന്റെ സിദ്ധുവേട്ടൻ. ரெண்டு இருக்கு. சாரா அம்மாவை பார்த்து ரொம்ப நாளா இருக்கு. கொஞ்சம் பிஸியா இருந்தேன். அப்படியா? ஏ தம்பி இங்க வா. இதே മാമന് കൂടെ ഓടറാ. അണ്ണാ, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാലേ ബാലവേലയ്ക്ക് അകത്ത് പൂട്ടോ. സാർ, ഇത് വന്ന് എൻ തമ്പി, என்னுடைய സ്റ്റാഫ് അല്ല സാർ. ശരി ശരി, ആർക്കറിയാം.
ഇവന്മാരൊക്കെ ഉടായിപ്പാ. സാർ കുടിക്കമ്മാ. അല്ലണ്ണ, നിങ്ങൾക്ക് ഇത്രയും ചെറിയ അനിയനോ? സാർ ഞാൻ ഒരു അനാഥ, ഇവനും ഒരു അനാഥ. എനക്കും ആരുമില്ലേ, ഇവനും ആരുമില്ലേ. ഒരു വർഷാച്ച് ഇവനെ എനിക്ക് കിടച്ചിട്ട്. മോൻ പഠിക്കുന്നുണ്ടോ? மேடம் இன்னைக்கு சண்டே தெரியலையா? அவனுக்கு ஹெல்ப் பண்ண வந்திருக்கு மேடம். நாளைக்கு அவன் ஸ்கூலுக்கு போயிடுவேன். മോന്റെ പേരെന്താ? അൻപ്. എന്നാ ചേച്ചി പോട്ടെട്ടോ. ഗുഡ് ഈവനിങ് അങ്കിൾ. വാ വാ ഇരിക്കൂ. എന്തൊക്കെയാണെങ്കിൽ വിശേഷങ്ങൾ? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഏടാ മോനെ, ബിസിനസ്സോ? ഇതൊക്കെ ഒരു ആതുര സേവനല്ലേ? ആ? എന്താ അഞ്ജലി വിശേഷം? സുഖങ്ങളെ. രാജശേഖരൻ കാര്യങ്ങളൊക്കെ എന്നെ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്കിളെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതിനുശേഷം തീരുമാനിക്കാം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. സിദ്ധാർത്ഥ്, നിങ്ങൾ രണ്ടുപേരും ഞാൻ എഴുതിയിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യൂ. ഓക്കെ. 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടൂ. എന്നിട്ട് വരൂ. ശരി. ഓക്കെ അങ്കിൾ. ഓക്കെ, സീ യു. ഹായ് നീന. ഹായ്. ഏട്ടനറിയില്ലേ നീനയെ? നീന? എൻ്റെ കൂടെ ഓർഫനേജിൽ ഉണ്ടായ. ആ പിന്നെ ഇവളെപ്പോഴും പറയാറുണ്ട്. ഹായ്. സുഖല്ലേ? സുഖായിരിക്കുന്നു. നിനക്ക് സുഖല്ലേ? ആ സുഖം. എന്താ ഇവിടെ? ഞങ്ങളിവിടെ ഡോക്ടറെ കാണാൻ വന്നതാ. നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ താഴെ ഉണ്ടാവും. ഓക്കേ. എന്നാ ശരി. എന്തായി അഞ്ജലി കാര്യങ്ങള്? ഡോക്ടറെ കാണാൻ പോയിട്ട് നിനക്കാണോടി കുഴപ്പം? ഞങ്ങളുടെ രണ്ടുപേരും ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. സിദ്ധു, റിസൾട്ടുകളെല്ലാം വന്നിട്ടുണ്ട്. എന്താണെങ്കിൽ റിസൾട്ട്? ഞങ്ങളിൽ ആർക്കാണ് കുഴപ്പം? കുഴപ്പം സിദ്ധുവിന് തന്നെയാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയേ മതിയാവൂ. അങ്കിൾ എന്താ പ്രോബ്ലം? സിദ്ധുവിൻ്റെ കേസിൽ സെമൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും വളരെ കുറവാണ്. അതാണ് നമ്മുടെ പ്രശ്നവും. അങ്കിൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നാണോ? കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല, സെമന്റെ കൗണ്ടും മോട്ടിലിറ്റിയും കുറവായതിനാൽ കൃത്രിമമായി സിദ്ധുവിന്റെ സെമൻ അഞ്ജലിയുടെ യൂട്രസിൽ നിക്ഷേപിക്കണം. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇക്സി എന്നൊരു ട്രീറ്റ്മെന്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ പേടിക്കണ്ട. പണ്ടുകാലത്ത് ഈ ട്രീറ്റ്മെന്റിന്റെ വിജയശതമാനം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്നത് 100% സക്സസ്ഫുൾ ആണ്. എന്നാലും ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. രാജശേഖരനും സുമലതയും നിങ്ങളെക്കാൾ ഏറെ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു. ഈ ട്രീറ്റ്മെന്റ് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ സമ്മതപത്രം ആവശ്യമാണ്. എനിക്ക് സമ്മതാണ് അങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഞാനും തയ്യാറാണ്. ഓക്കെ, ശ്രുതി ആ പേപ്പേഴ്സ് കൊണ്ടുവരൂ. യെസ് ഡോക്ടർ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഹാപ്പി അല്ലേ? അഞ്ജലി ഒരു അമ്മയാവാൻ പോകുന്നു. നമ്മുടെ ട്രീറ്റ്മെന്റ് സക്സസ് ആയി. അങ്കിൾ ഇതിലും വലിയ
സന്തോഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ വേറെ ഇല്ല. അല്ലെങ്കിലേ അഞ്ജലിയുടെ കാര്യത്തിൽ നീ പ്രത്യേകിച്ച് വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? പേടിക്കാനൊന്നുമില്ല. ഏതൊരു സ്ത്രീയും ഗർഭം ധരിക്കുമ്പോഴുള്ള സാധാരണ കെയറിങ് മതി. താങ്ക് യു അങ്കിൾ. എന്നാ ശരി, അടുത്ത മാസം ചെക്കപ്പിന് വരാൻ മറക്കണ്ട. എന്നാ പോയിക്കോളൂ. താൻ ഹാപ്പിയാണോടോ? പിന്നല്ലാതെ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ലേ ഒരമ്മയാവാൻ? അതല്ല, ഇതുപോലൊരു ട്രീറ്റ്മെന്റിലൂടെ അമ്മയാവുമ്പോഴും താൻ ശരിക്കും ഹാപ്പിയാണോ? അതിനെന്താ, ഞാൻ ഹാപ്പിയാ. പറ. അഞ്ജലി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാനിത് അറിഞ്ഞിട്ട് 2 ദിവസമായി. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാ നീ അബദ്ധമൊന്നും ചെയ്യരുത്. എനിക്കിത് നിന്നോട് പറയാതിരിക്കാനും പറ്റില്ല. നീ ടെൻഷൻ എടുപ്പിയത് കാര്യം പറ. ഡോക്ടർ ശ്രീകുമാറിന്റെ കൂടെയുള്ള നഴ്സ് ശ്രുതി പറഞ്ഞ കാര്യാ. അഞ്ജലി, നീ എന്തേ കാണിക്കുന്നേ? ഡോക്ടറുകൾ നമ്മളെ ചതിച്ചു. അഞ്ജലി, നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവും. നമുക്കൊരു ഇടം വരെ പോകണം. പെട്ടെന്നായിക്കോട്ടെ. സുമലതേ, എന്താ? നീ അറിഞ്ഞോ നിന്റെ മകനും മരോളും കൂടി കാട്ടിക്കൂടിയത്?
എന്താ ശേഖരേട്ടാ? ആരും അറിയാതെ അവർ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ നടത്തിയിരിക്കുന്നു. എന്തിന്? അതെനിക്കും അറിയില്ല. വിവരം അറിഞ്ഞ് ശ്രീകുമാർ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാനും അറിയുന്നത്. എന്തായാലും നാളെ ഡിസ്ചാർജായി രണ്ടും കൂടി ഇങ്ങോട്ട് വരട്ടെ. എനിക്കിങ്ങനെ ഒരു മകനും മരുമകളില്ല. എങ്ങോട്ടാ? നിൽക്കവിടെ. ഇത്രയും വലിയ പാപം ചെയ്തിട്ട് നിങ്ങൾ ഇനി വീട്ടിലേക്ക് കയറണ്ട. അല്ലെങ്കിലും ഞങ്ങൾ ഇനി വീട്ടിലേക്കില്ല. 1-2 സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാ. തോന്നിയാസം കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു. എന്നെ ആശ്രയിക്കാതെ നിങ്ങൾ എങ്ങോട്ട് പോകാനാ? അച്ഛനായി പോയി ഒന്ന് കളഞ്ഞിടുന്നു. അല്ലെങ്കിൽ അച്ഛനെ നേരെ കയ്യൊന്നോ? അമ്മയ്ക്ക് അറിയില്ലമ്മ ഈ മനുഷ്യൻ ഞങ്ങളോട് ചെയ്ത ചതി. അതോ അമ്മയും കൂടി അറിച്ചുകൊണ്ടാണോ? ലോകത്തൊരച്ഛനും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത നീച പ്രവൃത്തിയാണ് മനുഷ്യൻ ഞങ്ങളോട് ചെയ്തത്. എന്താടാ പറ്റിയത്? എന്താ? എന്നോട് പറ. വേണ്ടമ്മേ, നിങ്ങൾക്കറിയാമോ? ശേഖരേട്ടാ, ശ്രീകുമാറെ, കാര്യങ്ങളൊക്കെ വെടിപ്പായി നടത്തിയില്ലേ? മക്കൾക്ക് വല്ല സംശയവും? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വെടിപ്പായി നടത്തിയിട്ടുണ്ട്. ഈ പാവങ്ങളൊക്കെ ഞാൻ എങ്ങനെ കഴുകിക്കളയും? നിന്റെ പാപക്കറ കഴുകാനുള്ള ഫണ്ടൊക്കെ നാളെ തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. ഇതെങ്ങാനും മക്കൾ അറിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കലുമില്ല. നിന്റെ മകന്റെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന വിവരം അവർക്കറിയില്ല. നിന്റെ മകന്റെ ശ്രമണാണെന്ന് പറഞ്ഞിട്ടാണ് നീ പറഞ്ഞ പോലെ നിന്റെ പരമ്പര നിലനിർത്താൻ നിന്റെ മരുമകളുടെ യൂട്രസിലേക്ക് നിന്റെ ശ്രമം ഞാൻ കടത്തിവിട്ടത്. അതിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു. ഇതെനിക്കും നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന സത്യമാണ്. ഓക്കെ ശ്രീ. മോളെ, അച്ഛന് വേണ്ടി ഈ അമ്മ മാപ്പ് ചോദിക്കുന്നു. ക്ഷമിക്ക്. ഞാനും മോളെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങൾ പോവാണേ പോയിക്കോ. ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സമ്പത്തും എന്റെ പരമ്പരയും നിലനിർത്താൻ എനിക്കത് ചെയ്യേണ്ടി വരും. അതെന്റെ ശരിയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളും കെട്ടിപ്പിടിച്ച് വിടിയിരുന്നു. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണിനെ ഓർത്തിട്ടോ അതല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. ഒരച്ഛനൊരു മകളോട് ഇങ്ങനെ ചെയ്യരുത്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന ഞാൻ എന്റെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത്. നീ വാ. ആ കാറ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അത് ഞാൻ കൊണ്ടുപോവാ.